ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഞാൻ ഒരു BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ 3rd ഇയർ ആണ്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2023 മെയ് 17 BSc നഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ കേരളത്തിൽ കിട്ടാൻ തന്നെ ഭയങ്കര വലിയ പാടാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ലാസ്റ്റ് അലോട്ട്മെൻറ്റിനാണ് അഡ്മിഷൻ കിട്ടിയത്. അതും മാതാവിൻ്റെ മാസം ഒക്ടോബർ 30 എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. വയനാട്ടിലെ അസംഷൻ കോളേജിലാണ് എനിക്ക് കിട്ടിയത്. മാതാവിൻ്റെ തന്നെ കോളേജിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ ചെന്ന് ആദ്യത്തെ ഒരു 5 മാസമൊന്നും വലിയ കുഴപ്പമില്ലാതെ പോയി. 5ാമത്തെ മാസം കഴിഞ്ഞപ്പോഴേക്കും വൈറ്റമിൻ ഡി എൻ്റെ അളവിൽ ശരീരത്തിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു. നോർമലിനെക്കാട്ടും 10ൻ്റെ അടിയിൽ വരെ എനിക്ക് ആയി. അതുവരെ അങ്ങനെ ആർക്കും അങ്ങനെ വൈറ്റമിൻ ഡി കുറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതോടുകൂടെ എനിക്ക് ഭക്ഷണം കഴിക്കാതെയായി. ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആരോടും സംസാരിക്കുന്നത് ഇഷ്ടമല്ല, ആരും സംസാരിക്കുന്നത് കേൾക്കുന്നത് ഇഷ്ടമല്ല, ശബ്ദം കേൾക്കുന്നത് പറ്റൂല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായി. ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ 2 ദിവസമൊക്കെ അങ്ങനെ പോയി. പിന്നീട് വീട്ടിൽ വിളിച്ച് കരയാൻ തുടങ്ങി. പഠിത്തം നിർത്താം എന്നുള്ളൊരു സ്റ്റേജ് വരെ എത്തി. അപ്പോൾ ഒരു കസിൻ ആൻറ്റി ഉണ്ട്. ആൻറ്റി ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല, അങ്ങനെ ഒരാളുണ്ടെന്ന് എനിക്ക് അറിയ പോലുമില്ല. ആൻറ്റിയുടെ വീട് വയനാടാണ്. ആൻറ്റി എന്നെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ വചനം ഊതി തരും. ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ 1 മണിക്കൂറേ ഫോണുള്ളൂ. ആ ടൈമിൽ ആൻറ്റി എന്നെ ഇങ്ങനെ വിളിക്കും. എന്നിട്ട് ആൻറ്റിയുടെ മോൾക്ക് ഇങ്ങനെ ആയിരുന്നു, ഇത് മാറും, പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തിട്ട് ഒരാഴ്ച ലീവിന് വേണ്ടി വീട്ടിൽ വന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, എന്നാൽ മോൾ വീട്ടിലല്ലേ ഇരിക്കുന്നത്, ഇപ്പം കൃപാസനത്തിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല. കസിൻ ചേച്ചിയുടെ കൂടെയാണ് വന്നത്. പെട്ടെന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞങ്ങൾ അന്ന് വന്നു. ഇവിടെ വന്ന് ഇവിടുത്തെ റൂൾസൊക്കെ കേട്ടപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, എനിക്ക് പറ്റൂല, ഞാൻ എടുക്കൂല, അമ്മ വേണമെങ്കിൽ എടുത്തു, ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞു. ഞാൻ ആ ഹോളിലിരുന്ന് കുറേ കഴിഞ്ഞു. സൈഡിലിരിക്കണവരൊക്കെ എന്നോട് ചോദിച്ചു, എന്താ മോളെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല, എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ആരൊക്കെയോ എന്തോ പെട്ടെന്ന് ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി. ജൂൺ ഫസ്റ്റ് വീക്ക് എനിക്ക് എക്സാമാണ്. അപ്പോൾ തിരിച്ച് ഹോസ്റ്റലിൽ പോയി. 2-3 ദിവസം കുഴപ്പമുണ്ടായില്ല. പിന്നെയും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, കരച്ചിൽ നിർത്താനേ പറ്റുന്നില്ല. എന്ത് ചെറിയത് അങ്ങനെ കരയണ ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷേ കരച്ചിൽ നിർത്താൻ പറ്റൂല, പഠിക്കാൻ പറ്റൂല, ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ സ്റ്റഡി ലീവ് ആവണേക്ക് പിന്നെയും 2 ദിവസം മുന്നേ അവിടെ GNM ചേച്ചിമാർ എറണാകുളത്ത് ട്രിപ്പ് വന്നിട്ടുണ്ട്. അവരുടെ ബസ്സിൽ കയറി ഞാൻ വീട്ടിലോട്ട് പോകുന്ന കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വായിക്കും. പക്ഷേ എക്സാമിന് വേണ്ടി പഠിക്കാൻ അങ്ങനത്തെ ഒരു പഠിപ്പേ ആയിരുന്നില്ല. ജസ്റ്റ് വേറെ എന്തിനോ വേണ്ടി പഠിക്കുന്നു. എന്നിട്ട് ജൂണിൽ എക്സാമിന് എഴുതാൻ പോയി. നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു, കുരിശ് വരച്ചു, ഇരിക്കുന്ന ചെയറിൻ്റെ അടിയിൽ നേർച്ച ഉപ്പിട്ടു. അങ്ങനെ എനിക്ക് അറിയാവുന്ന 2-3 ഫ്രണ്ട്സിന് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തു. അതിന് റിസൾട്ട് വരാൻ നല്ല ലേറ്റായി. ജൂൺ ഫസ്റ്റ് വീക്ക് എക്സാം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 2nd 3rd വീക്ക് ആയപ്പോഴാണ് ഞങ്ങളുടെ എക്സാം വന്നത്. അതായത് 100 days കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നത്. ഞാൻ അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഓണത്തിന് ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നു. പുതുക്കി പോയി തിരിച്ച് കോളേജിലെത്തി. അന്ന് ഈവനിങ് എൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ ഞാൻ റിസൾട്ട് വരുമ്പോൾ ഇത്രേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമ്മിൽ സപ്ലി വന്നാൽ പിന്നെ 2nd ഇയറിൽ ജൂനിയേഴ്സിൻ്റെ കൂടെ, അതായത് അവർക്ക് എപ്പോഴാണ് എക്സാം തന്നെ അപ്പോൾ എക്സാം എഴുതണം. അപ്പോൾ ഞങ്ങൾക്ക് 2nd ഇയറിൽ എക്സാം ഉണ്ടാവും, ഫസ്റ്റ് സെമ്മിൽ എക്സാം ഉണ്ടാവും. അത് രണ്ടും കൂടി മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് 37.5 മാർക്ക് മതി, ജയിക്കാനുള്ള കറക്റ്റ് മാർക്ക് മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ 10 കറക്റ്റ് കൊടുക്കാനുള്ള സെപ്റ്റംബർ തിരിച്ച് ചെന്ന ഡേറ്റിന് എനിക്ക് ഉച്ചയ്ക്ക് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഒരു സബ്ജക്റ്റിന് കറക്റ്റ് എനിക്ക് 37.5 മാർക്കാണ് ലഭിച്ചത്. ഒരു പക്ഷേ അന്ന് എനിക്ക് ജയിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ നഴ്സിംഗ് ഡ്രോപ്പ് ചെയ്തിട്ട് പോയാനെ. കാരണം പിന്നീട് എഴുതിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ വന്നൊരു ഒബ്സ്റ്റക്കിളാണ്. പക്ഷെ അത് ഓവർകം ചെയ്ത് പോയത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടും മാതാവിൻ്റെ പ്രാർത്ഥനയെ ശക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടുമാണ്. അതുപോലെ തന്നെ ചേട്ടൻ MBAയുടെ എൻട്രൻസ് എക്സാം ആ ഒരു സമയത്താണ് എഴുതിയത്. അപ്പോൾ 2 പേർക്കും ഹോസ്റ്റലിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ അത് ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു.
അപ്പോൾ ചേട്ടൻ ഇവിടെ എൻ്റെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാനാണ് ഉടമ്പടി എടുത്തേക്കുന്നത്, പക്ഷേ ചേട്ടൻ എൻ്റെ കൂടെ ഇവിടെ വരാറുണ്ടായി. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവമേ അടുത്തുള്ള ഏതെങ്കിലും കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ ഹോസ്റ്റൽ ഫീസ് നമുക്ക് ഒഴിവാക്കാം, അങ്ങനെ നമുക്ക് ചെയ്യാമെന്നൊക്കെ പ്ലാനായി. അപ്പോൾ ഞങ്ങൾ നല്ലോണം പ്രാർത്ഥിച്ചു. അങ്ങനെ ചേട്ടൻ്റെ MBAയുടെ എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നു. വീടിൻ്റെ അടുത്തുള്ളൊരു കോളേജിൽ തന്നെ ചേട്ടനും സീറ്റ് കിട്ടി. ഇനി ആത്മീയ ജീവിതത്തിൽ എൻ്റെ എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ പള്ളി. പക്ഷെ ഞങ്ങൾ ആരും പള്ളിയിൽ പോവില്ല. രാവിലെ എഴുന്നേൽക്കാനുള്ള മടി കൊണ്ട് ഒന്നും പള്ളിയിൽ പോയില്ലായിരുന്നു. കൂടെയുള്ള ഒരു കുട്ടി മാത്രം പോകും, തിരിച്ചു വരും, അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എന്നിലൂടെ പലരും ഇൻഫ്ലുവൻസ് ആയിട്ട് ഇപ്പം ഞങ്ങൾ ഡെയിലി പള്ളി പോകാറുണ്ട്, കുമ്പസാരിക്കാൻ പോകാറുണ്ട്. ഞാൻ പോകുമ്പോൾ അവരെയും വിളിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഒരാൾ എഴുന്നേൽക്കാൻ മടിച്ചിരുന്നാൽ അപ്പം തന്നെ അടുത്ത ആൾ വന്ന് വാ പോകണം, പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ പള്ളിയിൽ പോകും. പിന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി, അവൾ ഹിന്ദു ആണ്. പക്ഷേ എൻ്റെ പ്രാർത്ഥന കണ്ട് ബിലീവ് ചെയ്തിട്ട് അവളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവൾക്കും ഇപ്പം നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഔട്ടിങ്ങിനായിട്ട് പുറത്തിറങ്ങുമ്പോൾ അവിടെ പത്രങ്ങൾ ബസ് സ്റ്റാൻഡിലും ഒക്കെ പോയി വിതരണം ചെയ്യും. അതുപോലെ തന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് TNA രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് നമുക്ക് 2000 രൂപയാണ് ഒരാൾക്ക് തന്നെ. അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു, അമ്മയുടെ ഓഫീസിൽ ഒരു മുസ്ലിം ചേട്ടനാണ് ആ കുട്ടിക്ക് 2000 രൂപ കൊടുത്തത്. എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ അമ്മേനെ വിളിച്ചു, ചേച്ചി എനിക്ക് വർക്കിൽ വേറൊരു വർക്കും കൂടി എനിക്ക് വന്നു, ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ കുട്ടിക്കും കൊടുത്തതിൽ സന്തോഷമായി, ചേട്ടൻ്റെ വർക്കിൽ ഒരു +പോയിൻ്റ് കിട്ടി എന്നുള്ളതിലും സന്തോഷമായി. അതുപോലെ തന്നെ പുറത്ത് ഭിക്ഷക്കാർക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഞാനും നന്ദനയും കൂടി പുറത്ത് സ്നാക്സും ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61 ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. തൻ്റെ ജീവിതത്തിൽ, അതായത് പഠിക്കുന്ന മകളാണ് അന്ന ഗ്രേസ്, തനിക്ക് എങ്ങനെയാണ് BSc എക്സാമിനേഷൻ്റെ സമയത്ത് തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, അത് അഡ്മിഷൻ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം കോഴ്സ് തന്നെ വേണ്ട എന്ന് വെക്കണോ, അങ്ങനെ തിരിച്ചു പോരാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് തൻ്റെ രോഗാവസ്ഥ തന്നെ കൊണ്ടുപോകുന്നു. എന്തൊക്കെയായിരുന്നു ഈ മകൾക്ക് അനുഭവപ്പെട്ട ശാരീരിക അസ്വസ്ഥതകൾ, അതെല്ലാം വ്യക്തമായിട്ട് കേട്ടതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണ്, ഞാൻ ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ എനിക്ക് ബാക്കപ്പ് ഉണ്ടായേനെ. പിന്നീട് അത് ഒന്നിനൊന്നിന് ബുദ്ധിമുട്ടാകും. ഓരോ വർഷത്തെയും ബാക്കപ്പ് ഒരു കുട്ടിക്ക് കിട്ടുമ്പോൾ ജൂനിയേഴ്സിൻ്റെ കൂടെ പരീക്ഷ എഴുതണം. അതുമാത്രമല്ല പ്രസൻറ്റ് സബ്ജക്റ്റിൻ്റെ കൂടെ പാസ്റ്റ് സബ്ജക്റ്റുകളും എഴുതണം ലാസ്റ്റ് ഇയറിലെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ അവസ്ഥകളിൽ നിന്നാണ് തനിക്ക് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചത് മൂലം തനിക്ക് കുറച്ച് കൂടുതൽ ധൈര്യം കിട്ടി. താൻ കൂടുതൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു, എന്നാൽ ഒരു ഡിപ്രഷൻ പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോലും സംസാരിക്കാതെ, അതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, കരച്ചിൽ മാത്രം. ഈ അവസ്ഥയിൽ അമ്മ മാതാവ് തനിക്ക് എങ്ങനെയാണ് കൂട്ടും തുണയുമായത്, ഉടമ്പടി തനിക്ക് എങ്ങനെയാണ് ഉടനടി അനുഭവമായിട്ട് മാറിയതെന്നാണ് അന്ന ഗ്രേസ് പങ്കുവയ്ക്കുക. തൻ്റെ സഹോദരൻ്റെ കാര്യവും എല്ലാം നമ്മോട് പറയുമ്പോൾ ഇപ്പോഴെങ്ങനെയാണ് ഈ മകൾ മൂലം, അതായത് ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ജീവിത മാതൃകയിലൂടെ, അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവരും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. പള്ളിയിൽ പോകാൻ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും പള്ളി, തങ്ങളുടെ ഹോസ്റ്റലും അവിടെ തന്നെയാണ്. എന്നാൽ പള്ളിയിൽ പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇപ്പോഴാകട്ടെ എല്ലാ ദിവസവും താനും കൂട്ടുകാരും താൻ പോകുന്നത് കണ്ടുകൊണ്ട് തൻ്റെ കൂടെ മറ്റു കുഞ്ഞുങ്ങളും വരാനിടയാകുന്നു. ഇവിടെയും അതൊരു സുവിശേഷ പ്രഘോഷണം തന്നെയാണ്. നമ്മുടെ മക്കളൊക്കെ അവർ ഉടമ്പടി എടുത്ത് അവരുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ നന്മയിലേക്ക് സ്വാധീനിക്കുക. ഇന്ന് തിന്മയിലേക്കാണ് കൂടുതലും ചായ്ച്ചിലുകളുള്ളത്. എന്നാൽ
ഒരു പ്ലസ് പോയിൻ്റായിട്ട് ഒരു കുട്ടി കൂടെയുണ്ടെങ്കിൽ അത് ഉടമ്പടി എടുത്ത അമ്മയുടെ സംരക്ഷണമുള്ള ഒരു കുട്ടിയാകുമ്പോൾ, ഈശോ ഗൈഡ് ചെയ്യുന്ന ഒരു മകളാകുമ്പോൾ, ആ മകളുടെ കൂടെ ആര് കൂടിയാലും അതെല്ലാം അവർക്ക് നേട്ടങ്ങളായി മാത്രം പരിണമിക്കും. അങ്ങനെ ഇന്ന് തൻ്റെ സാക്ഷ്യം ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.